Hi friends, welcome back to my channel. In this jar cake recipe I share bakers in the ഇടയിൽ നല്ലോണം മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇപ്പോൾ jar cake. ഏതൊരു പാർട്ടിയിലും jar cake ഇപ്പോൾ മസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു മുന്നേ ഞാനൊരു 5 നമ്പർ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ട് 1 kg വെയിറ്റ് വരുന്ന 2 സ്ക്വയർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 5 കട്ട് ചെയ്തെടുത്ത സമയത്ത് ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജാർ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട് റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 5 നമ്പർ കേക്കാണ്. മോൾഡൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരുപാട് പീസ് ബാക്കിയായി വന്നതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി പോർഷനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ഫിയോന വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വിസ്കും ബൗളും ഞാൻ ഫ്രീസറിൽ ഒരു 1 hour വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഓവനിൽ വെച്ചിട്ടൊരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, നന്നായിട്ട് മെൽട്ടായി കിട്ടും. അപ്പോൾ അത് കുറച്ചായിട്ട് ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം ബീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്ത് തുടങ്ങാം. ഈ ഒരു ജാറിലാണ് ഞാൻ ജാർ കേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ബേക്കേഴ്സ് ഷോപ്പിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. 20 രൂപയേ ഉള്ളൂ. എല്ലാ മോഡലിലുള്ള ജാറും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ആ ജാറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് പൊടിച്ചിട്ട് ഇടുന്നതിലും നല്ലത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇടുന്നതായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്, നോസിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്കൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും ഒരുപോലെ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു നോസിലൊക്കെ വെച്ച് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി അതിന് മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒരു സ്പൂണിൽ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ 3 ലെയേഴ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ ജാറ് ഫുള്ളായിട്ടുണ്ടാവും. നേരിയ ചെറിയ ലെയേഴ്സ് മാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ 3 ലെയേഴ്സും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പിങ്ങിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് സ്പൂണിൽ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിന് മുകളിലേക്ക് ചോക്കോ ചിപ്സും കാഷ്യൂ ബദാമും ഒക്കെ ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 4-5 ഹവേഴ്സൊക്കെ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക, അപ്പോഴേ നല്ല ടേസ്റ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള കേക്കൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാർ കേക്കാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ജാറും ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് തിക്കായി പോയത്. അപ്പോൾ ഇതുപോലെ തിക്കായി കഴിഞ്ഞാൽ ഒന്നും കൂടി ഓവനിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ജാർ കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറക്കരുത്. കൂടാതെ എൻ്റെ വീഡിയോസ് ആദ്യം കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തടുത്ത നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.